ചേച്ചി അങ്ങനെ നീക്ക സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കി. ആ പോകട്ടെ ഒരു അങ്ങോട്ട് വാ ചേട്ടാ. തിരക്കൂട്ടല്ലേ. ടിക്കറ്റ് ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ കേട്ടോ. കുട്ടി വായോ കയറിക്ക്. ആ കുട്ടി വഴികൊടുത്തേ നീങ്ങുന്ന ചേച്ചി. ഓക്കെ വളരെ. ചേട്ടാ ഈ വർക്കിച്ചേട്ടന്റെ വീട്ടിലേക്ക് പോവോ? ഏത് വർക്കിച്ചേട്ടൻ? ഈ എഞ്ചിനീയർ ബാബുചേട്ടന്റെ. ആ നമ്മുടെ കുരിശിങ്കൽ വീടല്ലേ? ആ അതെ. ആ കേറിക്കോളൂ. തോമാസേട്ടന് പലതും പറയാം. നിങ്ങളുടെ കുടുംബകാര്യല്ലല്ലോ. 2 വർഷമായി ആ മനുഷ്യ കിടപ്പ് കിടക്കണം. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ തോന്നേണ്ട ആഗ്രഹമാണ് അതൊക്കെ. എന്തിൻ്റെങ്കിലും കുറവ് ഞാൻ വരുത്തിണ്ട. മരുന്നിന് മരുന്ന്, ഫുഡിന് ഫുഡ് എല്ലാം കൃത്യമായിട്ട് കൊടുക്കണില്ലേ? അതും കഴിച്ചിട്ട് അവിടെ മിണ്ടാണ്ട് അടങ്ങി ഒതുങ്ങി കിടന്നാൽ പോരെ. പോരാത്തതിനിപ്പോൾ ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മാസേ 15,000 ഉറുപ്പ്യ എണ്ണി കൊടുക്കണ്ടേ. ഇത് എവിടെ നിന്നുണ്ടായിട്ടാ? ഇതൊക്കെ ശരി തന്നെ. എന്നാൽ എൻ്റെ ബാബു അയാളുടെ അവസാനത്തെ ആഗ്രഹമാണെങ്കിലോ? ശരി, ഞാൻ സാധിച്ചു കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്തെ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? നിങ്ങളെ ഉപദേശികളാരും ഉണ്ടാവില്ല. ആരാ? ആ ചേട്ടാ എൻ്റെ പേര് തെരേസ. ഞാൻ അവിടെ ഹോം നേഴ്സ് ആയിട്ട് വന്നതാ. ആ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ. വാ കേറ്. അവിടെ ഹോംനേഴ്സ് വന്നിട്ടുണ്ട് അപ്പാപ്പനെ നോക്കാൻ. ഓ ഇനിയിപ്പോ നിന്റെ അപ്പനമ്മയ്ക്കും തോന്നിയോടത്തേക്കൊക്കെ പോകാലോ അല്ലേ? അല്ല അപ്പാപ്പ, എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? അതെ, അതൊരു കഥയാ. നിന്റെ അപ്പനും അമ്മയ്ക്കും അമ്മാമ്മയ്ക്കൊന്നും അറിയാത്തൊരു കഥ. അതെന്ത് കഥ? എന്നോട് പറയാ പാപ്പ. കഥ എന്നൊക്കെ വെച്ചാലേ ഒരു 60 കൊല്ലം മുമ്പ് നടന്നതാ. അന്ന് പുല്ലഴിയിലും ചേറ്റിപ്പുഴൊന്നും പള്ളിയായിട്ടില്ല. അവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടെ ഇടവക്കാരായിരുന്നു. കൊല്ലം പെരുന്നാൾക്ക് പള്ളി പോയത് എൻ്റെ കൂട്ടുകാരുടെ കൂടിയായിരുന്നു. പെരുന്നാളിൻ്റെ പ്രദക്ഷിണവും വെട്ടിക്കൊട്ടും ഒക്കെ കളിച്ചു. എല്ലാം കഴിഞ്ഞ് പള്ളിപ്പറമ്പില് സ്റ്റേജ് കെട്ടി അതിൽ നാടകം കാണാൻ പള്ളിമുറ്റത്ത് നിറയെ ആൾക്കാർ. എൻ്റെ കൂട്ടുകാർ നാടകം കാണാൻ നിൽക്കാണ്ട് പല വഴിക്ക് പോയി. ഞാൻ കപ്പളേര അവിടെ ഇരുന്ന് നാടകം കണ്ട് അങ്ങനെ ഇരുന്ന് ഉറങ്ങി. കുറേ നേരം കഴിഞ്ഞ് എണീറ്റ് നോക്കിയപ്പോണ്ടാ പള്ളി മുറ്റത്തൊരു ഈച്ചയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചൊരു എത്തും പിടിയും കിട്ടണമില്ല. വീട്ടിൽ ചെന്ന അപ്പൻ്റെ ഇന്ന് തല്ല ഉറപ്പാ. നിന്റെ അപ്പനല്ല, എൻ്റെ അപ്പൻ. അതായത് നിന്റെ മുത്തപ്പാപ്പൻ. ആ എന്നിട്ട് പിന്നെ ഞാൻ രണ്ടാമതൊന്നും ആലോചിക്കാൻ നിന്നില്ല. ആ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് നടന്നു. അന്ന് ഇപ്പോഴത്തെ പോലെ വഴിയിൽ ലൈറ്റൊന്നുമില്ല. പൂരാ കൂരിട്ട. ആ അങ്ങനെ ഓളരി സ്കൂളിൻ്റെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോണ്ടാ വേട്ടപ്പട്ടികൾ ജാതിയിൽ 5-6 പട്ടികൾ ചുറ്റും നിന്നിങ്ങനെ മുറല. ഓടി ഒറ്റകൾ വന്ന് പിന്നാലെ വന്ന് കടിക്കില്ലേ. ഞാനേ 2 കണ്ണും അടച്ച് 2 ചെവിയും പൊത്തി അവിടെ അവിടെ കുത്തിയിരുന്നു. 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെവിടെ വന്ന് പതുക്കെ കൈ അങ്ങോട്ട് എടുത്തു. ഒരു ശബ്ദം കേൾക്കാനില്ല. ഞാൻ കണ്ണൂർന്ന് നോക്കി. അപ്പുണ്ടോ ദാ നിൽക്കണു സുന്ദരിയായൊരു കന്യാസ്ത്രീ. അവരെന്നോട് പറയാ, ഡാ വർക്കിയേ, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാന്ന്. പേടിച്ച് ട്രൗസറിൽ പുള്ളിയെ ഞാൻ വീടെത്തുന്ന വരെ തലക്ക് മുമ്പിട്ട നടന്നത്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോ ഞാൻ തിരിഞ്ഞു നിന്ന് അവരോട് ചോദിച്ചു, എന്താ സിസ്റ്ററുടെ പേരെന്ന്. അപ്പൊ അവര് പറഞ്ഞു, കൊച്ചത്രേസ്യാന്ന്.
കുറേ കാലം കഴിഞ്ഞ എനിക്ക് അവരാരാന്ന് മനസ്സിലായത്. അതാരായിരുന്നു അപ്പാപ്പ? ഇവിടെ കൊച്ചിത്രേച്ച പുണ്യാളത്തി. ആ അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഉറപ്പാ കൊല്ലം എന്നെ കാണാൻ പുണ്യാളത്തി വരുന്നു. മോനെ അപ്പൻ്റെ അടുത്ത് ചെന്ന് അപ്പ പള്ളിയിൽ പോണെന്ന് പോയി വാശി പിടിച്ച് കാര്യം. ശരി അപ്പാപ്പ. അവരൊക്കെ റെഡിയായി. പെരുന്നാളിന് പോണ്ടേ? ഓ, നിന്റെ അപ്പൻ എന്നെ കൊണ്ടുപോയില്ലടാ. ഇതാ ഇത് കൊണ്ടുപോയിട്ട് നേർച്ചിട്ടോട്ടാ. ചെല്ല് കൊടുക്കാൻ. ഇങ്ങനെ കിടന്നാലെങ്ങനെയാ? എനിക്ക് കഞ്ഞി കുടിച്ചേ, എന്നിട്ട് വേണം മരുന്ന് കഴിക്കാൻ. അവിടെ എവിടെയെങ്കിലും വെക്കി. അപ്പാപ്പന് പെരുന്നാൾക്ക് പോകാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ടല്ലേ? അവിടെ നടക്കുന്നതൊക്കെ കാണാൻ എനിക്ക് ഇവിടെ ഒന്ന് കണ്ണടച്ചാൽ മതി. അനുകരിച്ച് പള്ളി പ്രദക്ഷിണവും വെടിക്കെട്ടും എല്ലാം കാണാം. ഈ വർക്കിന് അങ്ങനെ ആർക്കും പറ്റിക്കാനൊന്നും വിചാരിക്കണ്ട. ഓ, എന്നാ അപ്പാപ്പന് ഞാൻ പെരുന്നാൾ കാണിക്കട്ടെ? വെറുതെ തമാശ പറയല്ലോ കൊച്ചേ. എണ്ണ എടുക്കണ എന്നെ ആര് കൊണ്ടുപോകാനാ? അതൊക്കെ നമ്മുടെ ആൾക്കാരുണ്ട്, പക്ഷെ കഞ്ഞി കുടിക്കണം. കാര്യായിട്ടും. അപ്പൊ എങ്ങനെയാ പെരുന്നാൾക്ക് പോണ്ടേ? അപ്പോൾ കാര്യം പറഞ്ഞാലേ പിന്നെ പെങ്ങളൂട്ടി ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? എന്നിട്ട് പെൺകുട്ടി എവിടെയാ? പെങ്ങളൂട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇത് എവിടുന്ന റോസാപ്പൂവിന്റെ മണം? സ്വർഗത്തിൽ നിന്നും മണ്ണിൽ നിത്യം വർഷിക്കും റോസസുമങ്ങൾ. സ്വർഗത്തിൽ നിന്നും മണ്ണിൽ നിത്യം വർഷിക്കും റോസസുമങ്ങൾ. ലിസ്യു പൂന്തോപ്പിലെ റാണി യേശുവിനു മനസൂനം. അന്ന് വന്നത് പുണ്യാളത്തിയാണെന്ന് കുറെ വർഷം കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ ഒരു നൊവേനയും മുടക്കിയിട്ടില്ല. ഇത്തവണ പുണ്യാളത്തി വരുന്നു എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഇങ്ങനെ പുണ്യാളനും പുണ്യാളത്തിയും ഒരുമിച്ച് വരുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടാ.